മഴതോരും മുൻപേയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീന കൊടുത്തയച്ച ഗിഫ്റ്റുമായി കടപ്പാട്ടൂര് വീട്ടിലെത്തിയ മനുവിനോട് വൈജയന്തി പറയുകയാണ്, ഇതെല്ലാം തിരിച്ചു കൊണ്ടുപോയിക്കോ, ഇവിടെ ആർക്കും അവളുടെ ഒരു ഗിഫ്റ്റും വേണ്ട എന്ന്. എന്നാൽ തിരിച്ചു പോകാൻ നേരം മനു ഒരു സൂചന വൈജയന്തിക്ക് നൽകുന്നുണ്ട്. ഭവതിയെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ, അവളുടെ ഫോണൊന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യണം, സൂക്ഷിച്ചില്ലെങ്കിൽ ആന്റിക്കും ഭവതിക്കും ഒരുപാട് ദുഃഖിക്കേണ്ടി വരുമെന്ന്. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബബിതയും ബബിതയുടെ കൂട്ടുകാരും ചേർന്ന് വീട്ടിലാരും അറിയാതെ ഒരു പാർട്ടിക്ക് പോകുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഓർക്കും തോറും ബബിതയുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചുകൊണ്ടിരുന്നു. വീട്ടിലറിയാതെ കോളേജിലറിയാതെ ഒരു ദിവസം മോഷ്ടിച്ചെടുത്ത് സിദ്ധാർത്ഥന്റെ വീട്ടിൽ ഒരു പകലും ഒരു രാത്രിയും, അതും സിദ്ധാർത്ഥന്റെ ലോക്കൽ ഗാർഡിയൻസ് ആരും വീട്ടിലില്ലാത്ത ദിവസം. വേണോ വേണ്ടയോ, ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഇങ്ങനെ സമ്മേളിക്കാൻ ഇതുപോലൊരു അവസരം കിട്ടിയെന്നും വരില്ല. ബബിത കട്ടിലിൽ ആഷ്മിയുടെ തൊട്ടടുത്തിരുന്നിട്ട് ചോദിച്ചു, നീ വരുന്നുണ്ടോ ആഷ്മി? അയ്യോ ഞാനില്ല. ആഷ്മിക്കത് ഓർക്കാൻ പോലും വയ്യ. താരാകൃഷ്ണൻ ഉണ്ണി വാർഡ്രോഡിനടുത്തേക്ക് മാറിയെന്ന് അടക്കി പിടിച്ച് ഫോൺ ചെയ്യുകയാണ്. വാർഡനെ ഭയന്ന് ഹോസ്റ്റലിലുള്ളവർ രഹസ്യമായിട്ടാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്. ആഷ്മിയും ബബിതയും താരയും ആകാംക്ഷാഭരിതരായി നോക്കിക്കൊണ്ടിരുന്നു. അതിൽ ആഷ്മിയും ബബിതയും ക്ലാസ്മേറ്റ്സും സോണിയ അവരുടെ റൂംമേറ്റുമാണ്. താരാകൃഷ്ണൻ ഉണ്ണി കോറിഡോറിനപ്പുറത്തെ ഡോർമെറ്ററിൽ നിന്നാണ് വരുന്നത്. താര സീനിയർ സ്റ്റുഡൻ്റ് ആയതിനാൽ മറ്റുള്ളവർക്കെല്ലാം താര ചേച്ചിയാണ്. ഫോൺ ചെയ്ത് കഴിഞ്ഞ് താര ബെഡുകൾക്കിടയിലൂടെ നടന്നു വന്നു. സിദ്ധേട്ടൻ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്, പക്ഷേ നീ ഉണ്ടെങ്കിലേ വരൂ, എന്തു പറയുന്നു? താര ബബിതയെ നോക്കി. ബബിതയ്ക്ക് ഹൃദയമിടിപ്പ് പെട്ടെന്ന് നിലച്ചതുപോലെ തോന്നി. എന്തെങ്കിലും ഒന്ന് പറ ബബിത. സോണിയ ഡേവിഡ് അവളെ തോണ്ടി. എല്ലാവരും ഉണ്ടെങ്കിൽ ഞാനുമുണ്ട്, ബബിത വിക്കി വിക്കി പറഞ്ഞു. ഞാൻ ജീവനെ വിളിച്ചിട്ടുണ്ട്, അവൻ വരും. സോണിയ സന്തോഷിനെ ക്ഷണിച്ചിട്ടുണ്ട്, അവനും വരാതിരിക്കില്ല. പിന്നെന്തിനാ നീ പേടിക്കുന്നേ? നമുക്ക് വെനസ്ഡേ ഈവനിങ് തന്നെ തിരിച്ചു പോകുന്നൂടെയല്ലേ? ബബിതയുടെ സ്വരത്തിൽ വിറപടർന്നു. അതെങ്ങനെ ശരിയാവും? നൈറ്റിലല്ലേടി നമ്മുടെ സെലിബ്രേഷൻസ്. പാലക്കാരി പെണ്ണുങ്ങൾ ഇത്ര ബുദ്ധൂസുകളാ? കഷ്ടപ്പെട്ട് തേനീച്ചയുടെ കുത്തുകൊണ്ട് മരത്തിൽ കയറി തേൻകൂടി എടുത്തിട്ട് അത് കുടിക്കാതെ പോവേ? താരാകൃഷ്ണൻ ഉണ്ണി കളിയാക്കി. എന്തൊക്കെയാ താരച്ചേച്ചി ഈ സെലിബ്രേഷൻസ് എന്ന് വെച്ചാൽ? ബബിത അറച്ചറച്ച് ചോദിച്ചു. ഇനിയും ആവർത്തിക്കണോ ബബിത? ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം, അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. പിന്നെ സോണിയുടെ സന്തോഷം അവതരിപ്പിക്കുന്ന ബ്രേക്ക് ഡാൻസ്. നിനക്ക് പാടാൻ അറിയാലോ, നിന്റെ ഗാനമേള. പാട്ടല്ല, കവിത ചൊല്ലൽ. ബബിത തിരുത്തി. ഓക്കെ, പദ്യപാരായണം. പിന്നെ എൻ്റെ 16th ബർത്ത്ഡേ ഓഗസ്റ്റ് 15 ഷിഫ്റ്റ് ചെയ്യുന്നു, അതും നമ്മൾ അടിച്ചു പൊളിക്കുന്നു. ആഷ്മി, നീ വരുന്നുണ്ടോ? അയ്യോ ചേച്ചി, ഞാനില്ല. വീട്ടിലറിഞ്ഞാ എന്നെ കൊല്ലും. ആരറിയാനാ? വീട്ടിലും അറിയില്ല, കോളേജിലും അറിയില്ല. ഞാനില്ല ചേച്ചി, എനിക്ക് ഓർത്തിട്ട് തന്നെ കാല് വിറയ്ക്കണ്. മാത്രമല്ല, നിങ്ങളെല്ലാം പേരായിട്ട് വരുമ്പോൾ ഞാൻ മാത്രം ഒറ്റയ്ക്കല്ലേ. നിനക്ക് മരളെ സംഘടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞതല്ലേ? അന്നേരം നിനക്ക് വേണ്ട, സൗന്ദര്യം പോരാ. പ്രത്യക്ഷന് എന്തായിരുന്നു കുറവ്? സോണിയ ചോദിച്ചു. കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെന്തിനാ നീ അവനെ ഇഗ്നോർ ചെയ്യുന്നേ? അവൻ വിളിച്ചാൽ കോൾ അറ്റൻഡ് ചെയ്യില്ല, SMS അയച്ചാൽ മറുപടിയില്ല. അതുകൊണ്ടല്ല, ഞാൻ കൺഫ്യൂസ്ഡ് ആണ്, അത്രയുള്ളൂ, ആഷ്മി പറഞ്ഞു. തനിക്കും അത്രയും സമയം എടുക്കാമായിരുന്നെന്ന് ബബിത അപ്പോൾ ചിന്തിച്ചു. ചേച്ചിമാരോട് ഇത്ര പെട്ടെന്ന് സമ്മതം മൂലേണ്ട കാര്യമില്ലായിരുന്നു. ആലോചിച്ച് വരും വരായികൾ കണക്കുകൂട്ടി വീണ്ടും വിചാരത്തോടെ തീരുമാനമെടുക്കേണ്ടതിന് പകരം ഞാൻ പെട്ടെന്ന് തന്നെ ചേച്ചിമാർക്കൊരു മറുപടി കൊടുത്തു. വേണ്ടായിരുന്നു. അപ്പോൾ താര ചോദിച്ചു, നീ എന്താടി ഇഞ്ചി അടച്ച കുരുങ്ങത്തിയെ പോലെ? എനിക്കൊരു പേടി പോലെ ചേച്ചി. ആരെയും എനിക്ക് പേടി? സിദ്ധേട്ടനെയോ? ഒന്നുമല്ലെങ്കിലും എൻ്റെ ആങ്ങളെയല്ലേടി. ഞങ്ങളുടെ വീട്ടിലേക്കല്ലേ നീ വരുന്നേ? അതുകൊണ്ടല്ല, ഒരു വല്ലായ്മ. നെവർ മൈൻഡ്. താര അവളുടെ തോളത്ത് തട്ടി. ബബിതയ്ക്ക് താര ഒരു ചേച്ചിയെ പോലെയാണ്. അവൾ ഈ വർഷം കോളേജിൽ വന്ന് ചേർന്നപ്പോൾ ചെറിയ തോതിൽ സീനിയേഴ്സിൻ്റെ റാഗിങ് ഉണ്ടായേക്കുമെന്ന് ഭയന്നിരുന്നു. താരയാണ് അവളെ ധൈര്യപ്പെടുത്തിയത്. നീ പേടിക്കേണ്ട, നിന്റെ മേൽ ഒരുത്തിയും കുതിര കയറാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഹോസ്റ്റലിൽ താമസത്തിന് വന്ന ആദ്യ ദിവസം തന്നെ താരയെ പരിചയപ്പെട്ടത് നന്നായെന്ന് അവൾക്ക് തോന്നി. സോണിയയും താരയും തമ്മിൽ മുൻപേ തന്നെ പരിചയമുണ്ടായിരുന്നു. സോണിയയാണ് ബബിതയും താരയും തമ്മിൽ കൂട്ടിമുട്ടിച്ചത്. ബബിത ചെന്നതിന് ശേഷമായിരുന്നു ആഷ്മിയുടെ വരവ്. രാത്രി സമയത്ത് സീനിയേഴ്സ് ജൂനിയേഴ്സിൻ്റെ റൂമുകളിൽ ചെന്ന് ചില്ലറ റാഗിങ് നടത്താറുണ്ടെന്ന് സോണിയയാണ് ആദ്യമായി ബബിതയോട് പറഞ്ഞത്. അവർ റാഗിങ്ങിന് വരുന്ന രാത്രിയെപ്പറ്റി സൂചന കൊടുത്തതും സോണിയായിരുന്നു.
ഭയന്നിരുന്ന ബബിതയെയും ആഷ്മിയെയും താരയാണ് ആശ്വസിപ്പിച്ചത്. റാഗിങ്ങുകാർ എത്തുമ്പോൾ താൻ അവരെ നേരിട്ട് കൊള്ളാമെന്ന് താര ഉറപ്പു നൽകി. റാഗിങ്ങുകാർ എത്തിയപ്പോൾ താരയുടെ നിർദ്ദേശാനുസരണം ബബിതയും ആഷ്മിയും സോണിയയും കൂടി വാതിലടച്ച് കുറ്റിയിട്ട് ലൈറ്റ് അണച്ച് ഇരുട്ടത്തിരുന്നു. വാതിലിൽ ആരൊക്കെയോ തുടരെ തുടരെ ഇടിക്കുന്നുണ്ടായിരുന്നു. താര അവരുമായി കോറിഡോറിൽ വച്ച് വാക്കേട്ടം നടത്തുന്നത് കേൾക്കാമായിരുന്നു. ഒടുവിൽ റാഗിങ്ങുകാർ പിരിഞ്ഞുപോയി. അതിനുശേഷമേ സോണിയ വാതിൽ തുറന്നുള്ളൂ. സീനിയേഴ്സിന്റെ റാഗിങ്ങിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച താരയോട് ബബിതയ്ക്കും ആഷ്മിക്കും നന്ദിയും കൃതജ്ഞതയും ഉണ്ടായി. പിന്നീട് ഒരു ദിവസം താര ബബിതയെയും സോണിയെയും കൂട്ടി നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ കുറേ സമയം കാത്തു നിന്നപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഒരു ട്രെയിനിൽ താര വരുമെന്ന് പറഞ്ഞ ആൾ എത്തിച്ചേർന്നു. സുമുഖനായ ഒരു യുവാവ്. സിദ്ധാർത്ഥൻ. മൈ എൽഡർ ബ്രദർ. ഞാൻ സിദ്ധാർത്ഥൻ എന്ന് വിളിക്കും, നിനക്കും അങ്ങനെ വിളിക്കാം. താര സിദ്ധാർത്ഥനെ ബബിതയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. സിദ്ധേട്ട, ഇത് ബബിത, എൻ്റെ കോളേജ് മേറ്റ്. പക്ഷേ ഞങ്ങൾ റൂംമേറ്റ്സിനെ പോലെയാണ്. സിദ്ധാർത്ഥൻ ബബിതയുടെ നേർക്ക് കൈനീട്ടി. വെരി നൈസ് ടു മീറ്റ് യു. ബബിതയും സങ്കോചത്തോടെ കൈനീട്ടി. അവളുടെ മൃദുവായ കൈത്തലം സിദ്ധാർത്ഥന്റെ ബലിഷ്ഠമായ കൈപ്പത്തിക്കുള്ളിൽ പൂപോലെ അമർന്നു. സിദ്ധാർത്ഥന്റെ കണ്ണുകളിലെ കാന്തമുനകളിൽ നിന്ന് പ്രസരിച്ച രശ്മികളേറ്റ് ബബിത വിവശയായി. അതായിരുന്നു തുടക്കം. സിദ്ധാർത്ഥൻ അവരെ ഹോട്ടലിൽ കൂട്ടിക്കൊണ്ടുപോയി നല്ല ഒന്നാന്തരം പഞ്ചാബി ഫുഡ് വാങ്ങിക്കൊടുത്തു. അതിനുശേഷം താര ഇടയ്ക്കിടെ അവളുടെ മൊബൈൽ ഫോണുമായി ബബിതയുടെ ഒരു ഹോസ്റ്റൽ റൂമിലേക്ക് വരും. സിദ്ധാർത്ഥനുമായി അവൾ സംസാരിക്കുന്നത് സ്പീക്കർ ഫോൺ മോഡിലിട്ട് കേൾപ്പിക്കും. അപ്പോൾ സിദ്ധാർത്ഥൻ ചോദിക്കുന്നത് കേൾക്കാം, ആ പാലക്കാരി മിണ്ടാപ്രാണി ഉണ്ടോടി അവിടെ? അതിനെ നീ സംസാരിക്കാൻ പഠിപ്പിക്കണേ. തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞു തുടങ്ങിയാൽ മതി. അത് കേട്ട് സോണിയയും ആഷ്മിയും ബബിതയെ കളിയാക്കി ചിരിക്കും. ബബിതയ്ക്ക് സിദ്ധാർത്ഥനോട് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നും. അങ്ങനെ ഇരിക്കെ ഒരു നാൾ താര ഓടിക്കൊണ്ടുവന്ന് അവളുടെ മൊബൈൽ ബബിതയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, സംസാരിക്ക്. ബബിത പരിഭ്രമിച്ച് ഹലോ പറഞ്ഞു. ഹലോ ബബിത, ഞാൻ സിദ്ധാർത്ഥൻ. എന്നോട് അല്പം ദേഷ്യമുണ്ട് അല്ലേ? താര പറഞ്ഞു. ഞാൻ തമാശയ്ക്ക് കളിയാക്കിയത് കേട്ടോ. ഇനിയില്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ബബിതയെ വല്ലാതങ്ങ് ഇഷ്ടമായി. യു ആർ ലുക്കിംഗ് വെരി സ്മാർട്ട്, സോ സോഫ്റ്റ് ആൻഡ് ക്യൂട്ട്. അധികം സംസാരിക്കാത്ത ആ പ്രകൃതവും എനിക്കിഷ്ടമായി. ബുദ്ധിയുള്ള പെൺകുട്ടികൾ അങ്ങനെയാണ്. ഓക്കെ, താങ്ക് യു. താരയ്ക്ക് കൊടുക്കൂ. ബബിതയ്ക്ക് ഒരക്ഷരവും മിണ്ടാൻ കഴിഞ്ഞില്ല. നാവ് വരണ്ടു, തൊണ്ടയിൽ ഉമിനീർ വറ്റി. അവൾ ഫോൺ താരയ്ക്ക് തിരിച്ചു കൊടുത്തു. പിന്നീട് വീണ്ടും ഒരു തവണ കൂടി റെയിൽവേ സ്റ്റേഷനിൽ താരയോടൊപ്പം ബബിത പോയി. അന്ന് സോണിയ ഇല്ലായിരുന്നു. അന്ന് സിദ്ധാർത്ഥനുമായി നേരിട്ട് സംസാരിച്ചു. തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലാണ് സിദ്ധാർത്ഥന് ജോലി എന്ന് പറഞ്ഞു. MCA ബിരുദധാരിയാണ്. നല്ല ശമ്പളം, സ്വന്തം കാർ. പിന്നീട് ഇടയ്ക്കിടെ താരയെ വിളിക്കുമ്പോഴെല്ലാം ബബിതയ്ക്ക് ഫോൺ കൊടുക്കാൻ പറയും. ബബിത ഫോൺ വാങ്ങി അയാളുമായി സംസാരിക്കും. സംഭാഷണം കഴിഞ്ഞ് ഫോൺ തിരികെ കൊടുക്കുമ്പോൾ താര ചോദിക്കും, എന്താടി സിദ്ധേട്ടന് നിന്റെ അടുത്ത് മാത്രം ഒരു സോഫ്റ്റ് കോർണർ? ഇവിടെ ആഷ്മിയുണ്ട്, സോണിയ ഉണ്ട്, അവരോട് സംസാരിക്കണ്ടല്ലോ. പെണ്ണെ, മോരി ശൃംഗാരമാണോ ഇത്? ആണെങ്കിൽ പറ, ഞാൻ നേരിട്ട് വിളിച്ച് വാണിംഗ് കൊടുത്തേക്കാം. ബബിത മിണ്ടാതെ നിൽക്കും. അതോ രണ്ടുപേരും കൂടി ഒത്തുകളിയാണോ? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എൻ്റെ വീട്ടിലേക്ക് വലതുകാലം വച്ച് കയറാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ ആ കാൽമുട്ട് ഞാൻ തല്ലിയൊടിക്കും, പറഞ്ഞേക്കാം. ഇങ്ങനെയൊക്കെ ശാസിച്ചെങ്കിലും സിദ്ധാർത്ഥൻ ആവശ്യപ്പെട്ടപ്പോഴെല്ലാം താര ഫോൺ ഓടിക്കൊണ്ടുവന്ന് ബബിതയ്ക്ക് കൊടുത്തു. ബബിത നാണക്കേട് കൊണ്ട് വിളറിയ മുഖത്തോടെ ഫോൺ അറ്റൻഡ് ചെയ്യുകയും സംഭാഷണത്തിനിടയിൽ അവളുടെ മുഖം അരുണാഭമാവുകയും അവാച്യമായ ആനന്ദത്തോടെ താരയ്ക്ക് ഫോൺ തിരികെ കൊടുക്കുകയും ചെയ്തു. ഒരു ദിവസം താര വെട്ടിത്തുറന്നങ്ങ് പറഞ്ഞു, എനിക്കിങ്ങനെ ഫോണും കൊണ്ട് തെക്കോട്ടും വടക്കോട്ടും ഓടാനൊന്നും വയ്യ. ഞാനെന്താ നളദമയന്തിയിലെ അരിയന്നമോ? ഞാൻ നിന്റെ ഫോൺ നമ്പർ സിദ്ധാർത്ഥന് കൊടുക്കാൻ പോവുക. അങ്ങനെ താര ബബിതയുടെ മൊബൈൽ നമ്പർ സിദ്ധാർത്ഥന് കൊടുത്തു. സിദ്ധാർത്ഥൻ ഇടയ്ക്കിടെ വിളിക്കും. പിന്നീട് താരതമ്യേന സുരക്ഷിതമായ ഒരു ടൈം ടേബിൾ ബബിത തന്നെ സിദ്ധാർത്ഥന് നൽകി. ഇതെല്ലാം 2-3 മാസങ്ങൾക്കിടയിൽ തന്നെ നടന്നു. ഇപ്പോൾ സിദ്ധാർത്ഥന് വിളിച്ചില്ലെങ്കിൽ ബബിത അങ്ങോട്ട് വിളിക്കും. ഒരു തവണ ബബിതയും താരയും സോണിയയും സിദ്ധാർത്ഥനൊപ്പം സിനിമയ്ക്ക് പോയി. സിദ്ധാർത്ഥനും ബബിതയും അടുത്തടുത്ത സീറ്റുകളിലാണ് ഇരുന്നത്. ബാൽക്കണിയിൽ ഏറ്റവും പിന്നിലത്തെ സീറ്റ് തന്നെ സിദ്ധാർത്ഥൻ തിരഞ്ഞെടുത്തു. താരയും സോണിയയും അതിന് തൊട്ടു മുൻപിലുള്ള വരിയിൽ ചെന്നിരുന്നു. സിനിമ കാണുന്നതിനിടയിൽ സിദ്ധാർത്ഥൻ ആംറസ്റ്റിലിരുന്ന ബബിതയുടെ കൈത്തണ്ടയ്ക്ക് മീതെ കൈവയ്ക്കുകയും അവളുടെ കയ്യിൽ തലോടുകയും അവളുടെ കയ്യിലെ വാച്ചിനെയും മോതിരത്തെയും തഴുകുകയും ചെയ്തു. ബബിതയുടെ പാദം മുതൽ നെറുക വരെ പൂത്തിരി കത്തുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥൻ അവളുടെ കരം കവർന്ന് വിരലുകളിൽ തൻ്റെ വിരലുകൾ പിണച്ചു. അവളുടെ കൈത്തലം പിടിച്ച് തൻ്റെ പരുപരുത്ത താടിയിലും മീശയിലും ഉരസി ഇക്കിളി കൂട്ടുകയും അല്പം വേദനിപ്പിക്കുകയും ചെയ്തു.
അവൻ അവളുടെ വിരലുകളെ ഉമ്മവച്ച് ലാളിക്കുകയും വിരൽത്തുമ്പുകളിൽ മെല്ലെ കടിക്കുകയും ചെയ്തു. സ്ക്രീനിൽ രാത്രി വരികയും തിയേറ്ററിലെ വെളിച്ചം മങ്ങുകയും ചെയ്തപ്പോൾ അവൻ അവളുടെ കവിളത്ത് ചുംബിച്ചു. സിനിമയൊന്നും ബബിതയുടെ മനസ്സിൽ തങ്ങിയില്ല. അവളുടെ ശരീരം ചൂട് പിടിച്ചിരുന്നു. സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോഴും അവൾ മറ്റേതോ ലോകത്തായിരുന്നു. അവളുടെ മുഖവും മനസ്സും പ്രണയാതുരമായിരുന്നു. പിന്നീട് ഒരു തവണ സിദ്ധാർത്ഥൻ ലിഫ്റ്റിൽ വെച്ച് ബബിതയെ ചുംബിക്കുകയുണ്ടായി. ഒരു ശനിയാഴ്ച ദിവസമായിരുന്നു. MG റോഡിലെ ലൈഫ് ഇൻഷുറൻസിന്റെ ഓഫീസിൽ പോയതായിരുന്നു സിദ്ധാർത്ഥനും താരയും ബബിതയും. താരയ്ക്കന്ന് പടികളിറങ്ങാനായിരുന്നു താല്പര്യം. സിദ്ധാർത്ഥൻ ബബിതയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ലിഫ്റ്റിൽ കയറി. താഴേക്ക് പോകേണ്ടതിനു പകരം സിദ്ധാർത്ഥൻ 10ാം നിലയിലേക്കുള്ള ബട്ടൺ അമർത്തി. ലിഫ്റ്റ് ചലിച്ചു തുടങ്ങിയതും അവൻ ബബിതയെ ആലിംഗനത്തിൽ അമർത്തി. ബബിതയ്ക്ക് എന്തെങ്കിലും മറുത്തു പറയാൻ കഴിയും മുൻപേ അവളുടെ ചുണ്ടുകൾ മുദ്ര വയ്ക്കപ്പെട്ടു. 10ാമത്തെ നിലയിൽ ലിഫ്റ്റ് നിശ്ചലമായപ്പോൾ മാത്രമേ അവൾക്ക് മോചനം കിട്ടിയുള്ളൂ. അതും താൽക്കാലികമായിരുന്നു. ഉടൻ തന്നെ സിദ്ധാർത്ഥൻ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ബട്ടൺ അമർത്തി. ലിഫ്റ്റ് താഴ്ന്നു തുടങ്ങിയതും ബബിതയുടെ ശരീരവും മുഖവും ബന്ധിതമായി. ഇത്തവണ അവൾ അവന് വിധേയയായി നിന്നുകൊടുത്തു. ആ സംഭവത്തിന് ശേഷമാണ് ബബിതയുടെ മൊബൈലിൽ ഹോട്ട് SMS വന്നു തുടങ്ങിയത്. നേരിയ അശ്ലീലം ചൊവ്വയ്ക്കുന്ന സർദാർജി ഫലിതങ്ങളായിരുന്നു ആദ്യം. പിന്നീട് അവയ്ക്ക് കടുപ്പം കൂടിക്കൂടി വന്നു. ഏതു പരിധിവരെ ആകാമെന്ന് അവളുടെ പ്രതികരണങ്ങളിൽ നിന്ന് അവൻ മനസ്സിലാക്കി. അവിടെ നിയന്ത്രണം പാലിച്ചു. ഒരിക്കൽ ബ്ലൂടൂത്ത് വഴി അവന്റെ മൊബൈലിൽ ചില ഗാനങ്ങൾ ബബിതയുടെ മൊബൈലിലേക്ക് പകർത്തി. മലയാള സിനിമയിലെ ചില കോമഡി രംഗങ്ങൾ, ഇംഗ്ലീഷ് സിനിമയിലെ ചില ആക്ഷൻ രംഗങ്ങൾ, മോട്ടോർ സ്പോർട്സിലെ ചില കൂട്ടിയിടികൾ എന്നിവയും സിദ്ധാർത്ഥൻ ബബിതയ്ക്ക് പകർത്തിക്കൊടുത്തു. അതിനിടയിൽ ഒരു ചൂടൻ പ്രണയരംഗവും കടന്നുകൂടി. ഹോസ്റ്റൽ റൂമിലെത്തിയ ശേഷം മൂവി ക്ലിപ്പുകൾ കണ്ടുകൊണ്ട് ബബിത കിടക്കയിൽ കിടക്കുമ്പോഴാണ് അത് കണ്ണിൽപ്പെട്ടത്. അവളുടെ ശ്വാസം നിലച്ചുപോയി. പിറ്റേന്ന് സിദ്ധാർത്ഥനെ മൊബൈൽ വിളിച്ചപ്പോൾ അവൾ അതേപ്പറ്റി പറഞ്ഞു. അയ്യേ, അതെന്തൊരു വൃത്തികെട്ട പടമാ. മൈ ഗോഡ്, അതും ഇടയ്ക്ക് കയറിയോ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഓവർലാപ്പ് ചെയ്ത് കയറി വന്നതാ. സോറി, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്ക്. ചേട്ടൻ ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നു? ബബിത ചോദിച്ചു. ഒരു ഫ്രണ്ട് പറ്റിച്ച പണിയാ. അവൻ്റെ മൊബൈലിലുള്ളതെല്ലാം എൻ്റെ സെറ്റിലേക്ക് കയറ്റി. ഞാൻ അവനെ കുറേ ചീത്ത പറഞ്ഞു. അവൻ പകർത്തിയതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു. ഇത് കണ്ണിൽപ്പെടാതെ കിടന്നതായിരിക്കും. ഡിലീറ്റ് ചെയ്തേക്കണം, വച്ചോണ്ടിരിക്കരുത്. പക്ഷെ ബബിത അത് മായ്ച്ചു കളഞ്ഞില്ല. തൻ്റെ മൊബൈൽ അങ്ങനെയൊരു സംഗതി കടന്നുകൂടിയിട്ടുണ്ടെന്ന് മറ്റാരെയും അറിയിച്ചതുമില്ല. ഓഗസ്റ്റ് 14. ബബിതയ്ക്കന്ന് ക്ലാസ്സിൽ ശ്രദ്ധിക്കാനേ കഴിഞ്ഞില്ല. നെഞ്ചിൽ ഒരു നെരിപ്പോടിയിരുന്ന് നീറിക്കത്തുന്നു. ഇന്ന് വൈകുന്നേരമാണ് താരയുടെ വീട്ടിലേക്ക് പോകാൻ നിശ്ചയിച്ചിരിക്കുന്നത്. താര ഇടയ്ക്ക് അവളെ ആശ്വസിപ്പിച്ചിരുന്നു. നീ ടെൻഷനാകേണ്ട, ഞാനുള്ളപ്പോൾ എന്താ പ്രശ്നം? അതാണ് ഒരേയൊരു സമാധാനം ചേച്ചി. അവർ സഹോദരി സഹോദരന്മാരാണ്. അവരുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ഉച്ചയ്ക്ക് താര അവളെ ഓർമ്മിപ്പിച്ചു. ഇന്ന് വീട്ടിൽ ചെല്ലുകയില്ലെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞേക്കണം. അവർ ഇങ്ങോട്ട് വിളിക്കാൻ ഇടയാക്കരുത്. 3:30 മണിക്ക് ബബിത വൈജിയുടെ മൊബൈൽ വിളിച്ചു. അമ്മേ, ഞാനിന്ന് വരില്ല കേട്ടോ. എന്താ കാര്യം? നാളെ ഹോളിഡേ അല്ലേ? അതെ, ഒരു ദിവസത്തേക്ക് എല്ലാം കെട്ടിപ്പെറുക്കി അങ്ങോട്ട്, അടുത്ത ദിവസം തിരിച്ച് ഇങ്ങോട്ടും. എന്നെക്കൊണ്ട് വയ്യ. പഠിക്കാനാണെങ്കിൽ കുന്നുപോലെ കിടക്കുന്നു. നാളെ നീ എന്തു ചെയ്യും? റൂമിലിരുന്ന് പഠിക്കും. കമ്പൈൻ സ്റ്റഡി. നിനക്കൊന്ന് വന്നിട്ട് പോകാൻ എന്താ ഇത്ര മടി? 4 മണിക്ക് ബസ്സിൽ കയറിയാൽ 7 മണിക്ക് വീട്ടിലെത്താമല്ലോ. നാളെ വീട്ടിലിരുന്ന് പഠിച്ചാലെന്താ? നിന്റെ തലയിൽ കയറത്തില്ലേ? മറ്റന്നാൾ രാവിലെ കോളേജിലേക്ക് പോയാൽ പോരെ? വീട്. അതാണോ വീട്? അച്ഛൻ്റെയും അമ്മയുടെയും യുദ്ധം തീരട്ടെ ആദ്യം, എന്നിട്ട് മതി ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത്. വൈജക്കപ്പോൾ ദേഷ്യം വന്നു. ആരാണിടി യുദ്ധം ചെയ്യുന്നേ? ഞാനാണോ അതോ നിന്റെ അച്ഛനോ? മരിച്ചെണീറ്റ് വന്നവളാ ഞാൻ. നിനക്കറിയോ, ആ ഒരു പരിഗണന പോലും അച്ഛനും മക്കളും എന്നോട് കാണിച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ എൻ്റെ ജോലിയും ചെയ്ത് ആരോടും ഒരു വഴക്കിനും പോകാതെ മാനം മര്യാദക്ക് ജീവിക്കുക. എന്നിട്ടും അമ്മയ്ക്കാ കുറ്റം. എനിക്ക് കേൾക്കണ്ട അമ്മയുടെ ഈ പരാതിയും പരിഭവവും. കേട്ടാൽ മതിയല്ലോ മനുഷ്യൻ്റെ സമാധാനം പോകാൻ. അച്ഛനും കണക്കാ, അമ്മയും കണക്കാ. നിങ്ങൾ രണ്ടുപേരും പടപൊരുതി ജയിക്ക്. ഞങ്ങൾ തോറ്റോളാം. നീ ഇന്ന് വരുന്നുണ്ടോ ഇല്ലയോ ബബിത? ഇല്ല, അങ്ങോട്ട് വരാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വരത്തില്ലായിരുന്നു. വൈക്കുക. കോൾ കട്ട് ചെയ്ത് അവൾ അല്പസമയം കാത്തു. അമ്മ തിരിച്ചു വിളിക്കുന്നുണ്ടോ? ഇല്ല. അച്ഛനോട് പറയണോ എന്നവൾ ചിന്തിച്ചു. പിന്നെ വേണ്ടാന്ന് വെച്ചു. ഞാൻ വീട്ടിലേക്ക് പോകുവാണേ. ആഷ്മി ബാഗും തൂക്കി റെഡിയായി കഴിഞ്ഞു. ഓക്കെ, എന്നെ വിളിച്ചേക്കണം. എല്ലാ വിശേഷം പറയണേ, ആഷ്മി പറഞ്ഞു. എടി കള്ളി, നിനക്ക് എല്ലാം അറിയണം. ഒന്നിനും മുന്നിട്ടിറങ്ങാൻ വയ്യതാനും. എനിക്ക് പേടിയായിട്ടല്ലേടാ. പോട്ടെ. ആഷ്മി പോയപ്പോൾ ബബിത ബാഗിൽ തുണി അടുക്കുവാൻ തുടങ്ങി. താര ബാഗ് ചുമലിലേറ്റി മുറിയിലേക്ക് വന്നു. നിങ്ങളിതുവരെ റെഡിയായില്ലേ? ദാ ഇപ്പം കഴിയും, സോണിയ പറഞ്ഞു. അരമണിക്കൂറിനുള്ളിൽ അവർ വാതിലും പൂട്ടി
മേട്ടനോട് വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങി. റോഡിലിറങ്ങിയ ഉടനെ താര ഒരു ഓട്ടോറിക്ഷ വിളിച്ച് നിർത്തി. അതിൽ കയറി നേരെ വൈറ്റ്ല ജംഗ്ഷനിലേക്ക് പോയി. ജംഗ്ഷനിൽ നിന്ന് ബൈപ്പാസിലൂടെ വടക്കോട്ട് കുറച്ചു ദൂരം ഓടിയ ശേഷം ഓവർബ്രിഡ്ജ് തുടങ്ങുന്നിടത്ത് താര ഓട്ടോ നിർത്തിച്ചു. 3 പേരും ഇറങ്ങി. ഓട്ടോക്കാരൻ തിരികെ പോയി. 5 മിനിറ്റിനുള്ളിൽ ഒരു ഇന്നോവ കാർ അവരുടെ സമീപം വന്ന് നിന്നു. താര 3 പേരെയും കൂട്ടി ഡോർ തുറന്ന് പിൻസീറ്റിലേക്ക് കയറി. ഡോർ അടഞ്ഞു. സന്തോഷാണ് കാർ ഓടിക്കുന്നത്. ജീവനും മുൻസീറ്റിൽ ഇരിപ്പുണ്ട്. ഏറ്റവും പിന്നിലത്തെ സീറ്റിൽ സിദ്ധാർത്ഥൻ. കാർ വീണ്ടും ഓടിത്തുടങ്ങി. ആലുവയിലെത്തിയ ശേഷം എല്ലാവരും കൂടി ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. 6 മണിയോടെ ആലുവയിൽ നിന്ന് തിരിച്ചു. പെരുമ്പാവൂരിലാണ് താരയുടെ വീടെന്ന് ബബിത കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര ദൂരമുണ്ടെന്ന് അവൾ വിചാരിച്ചിരുന്നില്ല. നന്നേ ഇരുട്ടിയ ശേഷം അവരുടെ കാർ ഒരു ഇരുനില കെട്ടിടത്തിന്റെ ഗേറ്റ് കടന്ന് കാർപോർട്സ് എത്തി നിന്നു. ഹെഡ്ലൈറ്റുകൾ അണച്ചതോടെ പരിസരമെമ്പാടും ഇരുട്ടിൽ മുങ്ങി. എല്ലാവരും പുറത്തിറങ്ങി. ജാതിയും കൊക്കോയും ഇടകലർന്ന് വളരുന്ന ഒരു പഴയ തെങ്ങിൻ തോപ്പ്, ആകാശമുട്ടെ ഉയർന്നുപോയ വയസ്സൻ തെങ്ങുകൾ. പരിസരത്തെങ്ങും വീടുകളില്ലെന്ന് കണ്ട് ബബിതയ്ക്ക് നേരിയ ഉൾഭീതി തോന്നി. പെൺടോർച്ച് തെളിയിച്ചുകൊണ്ട് സിദ്ധാർത്ഥൻ ചെന്ന് വീടിന്റെ മുൻവാതിൽ തുറന്നു. താര ബബിതയുടെ കൈക്ക് പിടിച്ച് വീടിനുള്ളിലേക്ക് നടത്തി. സന്തോഷും സോണിയയും മുട്ടിയുരുമിയാണ് നടന്നത്. വീടിനുള്ളിലെ ലൈറ്റുകൾ സിദ്ധാർത്ഥന് പ്രകാശിപ്പിച്ചു. കൊള്ളാം, നല്ല വീട്, നല്ല ലിവിംഗ് റൂം, സന്തോഷ് ആരോടൊന്നില്ലാതെ പറഞ്ഞു. ഇത് ആൾതാമസമുള്ള വീട് പോലെ തോന്നുന്നില്ലല്ലോ? ബബിത താരയോട് ചോദിച്ചു. ഇപ്പം ഒരാഴ്ചയായിട്ട് ആൾതാമസമില്ല. എന്നോട് പറഞ്ഞത് താരച്ചേച്ചിയുടെ മമ്മിയും പപ്പയും ഒരു കല്യാണത്തിന് ട്രിവാൻഡ്രത്ത് പോകുമെന്നല്ലേ? അതും 2 ദിവസത്തേക്ക്. ബബിത തർക്കിച്ചു. കുട്ടാ, ഇത് ഞങ്ങളുടെ വീടല്ല. അച്ഛനും അമ്മയും അവരുടെ പ്രോഗ്രാമിന് ചേഞ്ച് വരുത്തി. അമ്മയ്ക്ക് സുഖമില്ലാതായതുകൊണ്ടാ. പക്ഷേ ഇത് നമ്മൾ പ്ലാൻ ചെയ്തു പോയതല്ലേ? മാറ്റി വയ്ക്കേണ്ടി വന്നാൽ എല്ലാവർക്കും സങ്കടമാകും. ഇത് ഞങ്ങളുടെ വലിയമ്മയുടെ വീടാ. അവർ കല്യാണത്തിന് 2 ദിവസം മുൻപേ പോയി, താര പറഞ്ഞു. എന്നിട്ട് താരച്ചേച്ചി അക്കാര്യം നേരത്തെ പറഞ്ഞില്ലല്ലോ? അവളോട് പോലും 3 മണിക്കാ പറയാൻ പറ്റിയത്, സിദ്ധാർത്ഥ് പറഞ്ഞു. ഇന്ന് രാവിലെയല്ലേ അച്ഛനും അമ്മയും പോകുന്നില്ലെന്ന് തീർച്ചയായത്? എടോ, അതുകൊണ്ടെന്താ കുഴപ്പം? ഞങ്ങളുടെ സ്വന്തം വീട് പോലെ ഇതും. ഞങ്ങൾ ഇടയ്ക്കിടെ വന്ന് ഇവിടെയും താമസിക്കാറുണ്ട്, സിദ്ധാർത്ഥന് വിശദീകരിച്ചു. എന്നിട്ടും ബബിതയുടെ മിഴികളിൽ പരിഭവം ബാക്കി നിന്നു. പിന്നീട് താര വന്ന് കാര്യകാരണ സഹിതം വിവരിച്ചപ്പോൾ മാത്രമേ അവളുടെ മുഖം തെളിഞ്ഞുള്ളൂ. രാത്രിയിലത്തേക്കുള്ള ഭക്ഷണം പാഴ്സൽ വാങ്ങിക്കൊണ്ട് വരുന്നതിനാൽ അവർക്ക് ഒന്നും ചെയ്യേണ്ടിയിരുന്നില്ല. സോണിയയും ബബിതയും കിച്ചണിൽ കയറിയിറങ്ങി നടന്നു. രാത്രി 9 മണിയോടെ കുളിച്ച് ഡ്രസ്സ് മാറി ഭക്ഷണമേശമേലെത്തി. സിദ്ധാർത്ഥൻ ഏതോ കൊറിയൻ ആക്ഷൻ മൂവിയുടെ CD കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് CD പ്ലെയറിൽ ഇട്ട് പ്ലേ ചെയ്തു. താരയും സോണിയും കൂടി ഭക്ഷണം വിളമ്പി. താര അവളുടെ മാദകത്വം എടുത്തു കാട്ടുന്ന ലോലവും അരക്കെട്ട് മുതൽ ഞൊറികളുള്ളതുമായ ഒരു നൈറ്റിയാണ് അണിഞ്ഞത്. സോണിയ മിഡിയും ടോപ്പും ധരിച്ചു. ബബിതയ്ക്ക് ചുരിദാർ. ഭക്ഷണത്തിന് മുൻപ് ജീവനും സന്തോഷം ഓരോ ബീർക്കുപ്പി തുറന്നു. സിദ്ധാർത്ഥൻ ബബിതയുടെ മുഖത്തേക്ക് അർദ്ധഗർഭമായി നോക്കി. സിദ്ധാർത്ഥന് കള്ളു കുടിക്കണോ? ബബിത ചോദിച്ചു. മോളെ, കള്ളല്ല ഇത്. മദ്യം എന്ന് അതിനെ വിളിക്കുന്നത് പാപമാണ്. ജർമ്മനിയിലൊക്കെ ഇതാണ് ഡ്രിങ്കിങ് വാട്ടർ. ഇതിൽ ആൽക്കഹോൾ എന്ന സാധനം ഉപ്പ് ചേർക്കുന്നത് പോലെ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ കുടിക്കുന്നവർക്ക് വെറും ചവറ് പോലെ തോന്നും. ഈ പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ ബബിത താരയെ നോക്കി. താര ചുമ്മാ കണ്ണടച്ച് കാണിച്ചു. എന്നിട്ട് ജീവന്റെ കയ്യിൽ നിന്ന് ബിയർ കുപ്പി വാങ്ങി 4-5 കവിൾ കുടിച്ച് കാണിച്ചു. ശരി, സിദ്ധാർത്ഥൻ ഇഷ്ടമാണെങ്കിൽ കുടിച്ചോ എന്ന് ബബിത പറഞ്ഞു. തുടർന്ന് സിദ്ധാർത്ഥനും ഒരു കുപ്പി പൊട്ടിച്ചു. 1/2 കുപ്പിയോളം കുടിച്ചിട്ട് ബബിതയുടെ നേർക്ക് നീട്ടി. അയ്യോ, എനിക്ക് വേണ്ട, എനിക്കിഷ്ടമല്ല. ഇതിന്റെ രുചി എന്താണെന്ന് നോക്ക്. ഒരു ഗ്ലാസ്സിലൊഴിച്ച് കൊടുക്ക് സിദ്ധേട്ട, താര നിർദ്ദേശിച്ചു. സിദ്ധാർത്ഥൻ ഒരു ഗ്ലാസിന്റെ 3/4 ഭാഗത്തോളം ബിയർ ഒഴിച്ചു കൊടുത്തു. താരയും കൂടി നിർബന്ധിച്ചപ്പോൾ ബബിത അതെടുത്ത് സിപ്പ് ചെയ്തു. ഒരു ചവർപ്പും പുളിയും രുചിച്ചെങ്കിലും മറ്റുള്ളവർ കളിയാക്കാതിരിക്കാൻ അവൾ മുഖം ചുളിയാതെ ഗൗരവത്തിലിരുന്ന് അത് നുണച്ചിറക്കി. സന്തോഷും ജീവനും 2ാമത്തെ കുപ്പി പൊട്ടിച്ചു കഴിഞ്ഞിരുന്നു. ബിയർ കഴിക്കലും തീറ്റിയും സിനിമ കാണലും ഒക്കെയായി 12 മണിവരെ അവർ ഊണുമുറിയിൽ ചെലവഴിച്ചു. ഇനി ഉറങ്ങേണ്ട സമയമായി. ഞാനും സോണിയയും ബബിതയും കൂടി അപ്സ്റ്റെയറിലെ ബെഡ്റൂമിൽ കിടന്നോളാം, താര പറഞ്ഞു. നിങ്ങൾ പോയിക്കോ, ഞാനിപ്പോൾ വന്നേക്കാം. സോണിയ സന്തോഷമായി വാചകമടിച്ച് മയങ്ങിയിരിക്കുകയാണ്. ബബിതയും താരയും എഴുന്നേറ്റ് മറ്റുള്ളവരോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് മുകളിലേക്ക് കയറിപ്പോന്നു. റൂമിന്റെ വാതിലടച്ച് ഐപോഡ് ഓൺ ചെയ്തു വെച്ച് പാട്ട് കേട്ട് ഒരേ ബെഡിൽ കിടക്കവേ ഒരു കള്ളച്ചിരിയോടെ താര പറഞ്ഞു. നിന്നെ കൊണ്ട് ഞാനിങ്ങ് പോന്നത് സിദ്ധാർത്ഥന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതെന്താ? ബബിത ചോദിച്ചു. നിന്റെ കൂടെ കൊച്ചു വർത്തമാനം പറഞ്ഞ് നേരം വെളുക്കോളം ഇരിക്കാനായിരുന്നു കക്ഷിക്ക് താല്പര്യം. എല്ലാവർക്കും അതുതന്നെയല്ലേ ഇഷ്ടം. സ്നേഹിക്കുന്ന ആളിന്റെ കൂടെ അങ്ങനെ ഈ പറയണ ചേച്ചിക്കും ജീവൻ ചേട്ടന്റെ കൂടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന ഉറക്കം വരുമോ? എന്നാൽ നീ വേണമെങ്കിൽ സിദ്ധാർത്ഥന്റെ അടുത്തേക്ക് പോയിക്കോ,
താര പറഞ്ഞു. ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞാലും പക്ഷേ അത് ശരിയല്ലല്ലോ, ബബിത മറുപടി പറഞ്ഞു. നിങ്ങൾ തമ്മിൽ ഫോണിൽ ഒരുപാട് നേരം സംസാരിക്കോ? എപ്പോഴാ? രാത്രിയിലാ പകലാ? രാത്രി. എത്ര മണിക്കൂർ സംസാരിക്കും? ബാറ്ററിയുടെ ചാർജ് തീരുന്നത് വരെ, ബബിത കള്ളച്ചിരിയോടെ പറഞ്ഞു. എന്തൊക്കെ പറയും നിങ്ങൾ? ഓരോരോ കാര്യങ്ങൾ. പഴയകാലം, പഠിച്ച സ്കൂൾ, കൂട്ടുകാർ, വീട്ടിലെ കാര്യങ്ങൾ, കല്യാണം, ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ, അങ്ങനെ അങ്ങനെ നീണ്ടുപോകും. സിദ്ധേട്ടൻ നിന്റെ അടുത്ത് സെക്സ് പറയോ? അങ്ങനെയൊന്നുമില്ല, ചെറിയ പരുങ്ങലോടെ ബബിത പറഞ്ഞു. എന്നാലും ഇത്തിരിയൊക്കെയുണ്ട് അല്ലടി കള്ളി, താര അവളുടെ കവിളത്ത് തോണ്ടി. കുറച്ചു കഴിഞ്ഞ് താര എഴുന്നേറ്റു. സോണിയയെ കണ്ടില്ലല്ലോ, അവരെന്താ പരിപാടി എന്ന് ഞാൻ പോയി നോക്കിയിട്ട് വരാം. താര എഴുന്നേറ്റ് വാതി തുറന്ന് കോണിപ്പടി ഇറങ്ങിപ്പോയി. ബബിത അത്യാകാംക്ഷയോടെ കാത്തുകിടന്നു. അല്പം കഴിഞ്ഞ് താര തിരിച്ചു വന്നു. ഭയങ്കര കള്ളിയായി സോണി. സിദ്ധേട്ടൻ്റെ റൂമിൽ സിദ്ധേട്ടനും ജീവനും മാത്രമേയുള്ളൂ. സോണി സന്തോഷം കൂടി ഒരു മുറിയിൽ കയറി വാതിലടച്ചു. ശ്വാസം വിലങ്ങി. അത് മോശമല്ലേ ചേച്ചി, അങ്ങനൊന്നും ഇവിടെ പാടില്ലെന്ന് പറയേണ്ടതല്ലേ? അവരിങ്ങനെ ചീപ്പായിട്ട് പെരുമാറുമെന്ന് ആരറിഞ്ഞു? താര പറഞ്ഞു. വാതിലിൽ മുട്ടി വിളിച്ചിട്ട് സോണി ചേച്ചി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. അതൊക്കെ മോശമല്ലേ? താര കിടക്കയിലിരുന്നു. അല്ല, ഒരു കണക്കിന് അവരെയും കുറ്റം പറയാൻ വയ്യ. അവർ തമ്മിൽ കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നവരല്ലേ. ആർക്കു വേണ്ടിയാ ഇങ്ങനെ അടക്കിപ്പിടിച്ചിരിക്കുന്നേ? ആർക്കെങ്കിലും ലാഭമുണ്ടോ? പരസ്പരം സ്നേഹിക്കുകയും സന്തോഷിക്കുകയും ചെയ്യേണ്ട സമയം വെറുതെ പാഴാക്കുന്നെന്ന് മാത്രം. ബബിത വിസ്മയാധീനയായി താരയെ നോക്കി. ഞാൻ ഒന്നുകൂടെ പോയി നോക്കിയിട്ട് വരാം. താര എഴുന്നേറ്റ് വീണ്ടും താഴേക്ക് പോയി. അവൾ തിരിച്ചു വരുന്നത് കാത്തുകിടന്ന് ബബിതയുടെ കൺപോളകളിൽ മയക്കം കയറി. അവ താനെ കൂമ്പിപ്പോയി. മുഖത്ത് ചൂട് നിശ്വാസം അടിക്കുകയും കണ്ണിൽ ചൂടുള്ള സ്പർശനമേൽക്കുകയും ചെയ്തപ്പോൾ അവൾ നടുങ്ങിയുണർന്നു. മുഖത്തിനു മീതെ മറ്റൊരു മുഖം. താരയല്ല അത്, സിദ്ധാർത്ഥൻ. ബബിത ഉൾക്കിടലത്തോടെ തിരിച്ചറിഞ്ഞു. ഇത്രയുമാണ് ഇന്നത്തെ കഥ. ബാക്കി കഥയുമായി വീണ്ടും വരാം. ബൈ.